കൊട്ടാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ 3 സെഗ്മെന്റുകളാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൈ പാലസ്, സ്കൈലൈൻ ന്യൂസ് ആൻഡ് ടിപ്സ് ഡയറി. എന്തായാലും നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. സ്കൈ പാലസ്. ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം, പിന്നെയോ ആലിനോട് ചേർന്നൊരു കുളവും വേണം. എത്ര ലളിതമായ വരികളാണല്ലേ. അപ്പോൾ ഒരു വീടായാലോ? വീടിനടുത്തൊരു പുഴ വേണം, അല്ലെങ്കിൽ വീടിനോട് ചേർന്നൊരു കുളം വേണം, പിന്നെ പുഴ കണ്ടിരിക്കാൻ പറ്റിയൊരു വരാന്ത വേണം. വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. പുഴ പോയിട്ട് നല്ലൊരു മഴ പോലും ആസ്വദിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തായിരിക്കും നമുക്ക് വീട് വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ വീട് വാങ്ങാൻ പറ്റുക. പുഴയും മഴയും നിലാവും എല്ലാം നിറയുന്ന നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് കമ്മ്യൂണിറ്റി ലിവിംഗ് ആശയങ്ങൾക്ക് പുതിയ മാനം കണ്ടെത്തിയത്. സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ ഓരോ പാർപ്പിട സമുച്ചയം ഓരോ പുതിയ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതും ഒരു കുടുംബത്തിനല്ല, ഒരേ സമയം നിരവധി കുടുംബങ്ങൾക്ക്. കുന്നുകളും സമതലങ്ങളും പുഴകളുമൊക്കെയായി പ്രകൃതിയെ എത്ര സുന്ദരമായാണ് ദൈവം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റിന്റെ താളത്തിനൊപ്പം മയിൽ നൃത്തമാടുന്ന നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയതും അതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഭവന സ്വപ്നങ്ങളുടെ പുതിയ ആകാശം തീർത്തവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. 4 നൂറ്റാണ്ടോളം നീളുന്ന യാത്രയിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് തീർത്ത ഓരോ അടയാളപ്പെടുത്തലും നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ദിശാസൂചകങ്ങളായി വേണം വിലയിരുത്തപ്പെടുവാൻ. ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ആത്മാവായി മാറുന്നത് ലൊക്കേഷനുകളാണെന്ന തിരിച്ചറിവാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഓരോ പ്രോജക്റ്റുകളിലും നമുക്ക് കാണാൻ കഴിയുക. പ്രകൃതിയുടെ ഹൃദയ തീരങ്ങളിൽ മഴവിൽ കൊട്ടാരങ്ങൾ ഒരുക്കി തികച്ചും നവീനമായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ചെയ്യാറുള്ളത്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ മണ്ണിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് ഇതുവരെ 59 പ്രോജക്റ്റുകളോളം ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ഫ്ളാറ്റ് സമുച്ചയങ്ങളും വില്ലകളുമായി പുത്തൻ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തി അനുദിനം വികസിക്കുന്ന നഗരത്തിന്റെ മാറ്റങ്ങൾക്ക് മുൻപേ നടന്നിരിക്കുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. സ്കൈലൈൻ ഹാസ് എ വെരി സ്ട്രോങ് പ്രസൻസ് ഇൻ കൊച്ചിൻ. കേരളത്തിൽ ഇന്ന് സ്കൈലൈന് 120 പ്രോജക്ട്സ് ഉണ്ട്. അതിൽ 55 കംപ്ലീറ്റഡ് പ്രോജക്ട്സും കൊച്ചിയിലാണ്, 5 ഓൺഗോയിങ് പ്രോജക്ട്സും കൊച്ചിയിലാണ്. എന്ന് വെച്ചാൽ ഏകദേശം 50% കേരളത്തിലത്തെ എല്ലാ പ്രോജക്ട്സിലും 50% കൊച്ചിയിലാണ് ഉള്ളത്. ഇനി സ്കൈലൈൻ്റെ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാം. ഏതൊരു പ്രോജക്റ്റ് എടുത്താലും ലെറ്റ് ഇറ്റ് ബി എ ഡൗൺ ടൗൺ പ്രോജക്റ്റ്, ലെറ്റ് ഇറ്റ് ബി എ കമേഴ്ഷ്യൽ പ്രോജക്റ്റ്, ലെറ്റ് ഇറ്റ് ബി എ വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റ്, ഏതൊരു പ്രോജക്റ്റ് സ്കൈലൈൻ്റെ എടുത്ത് നോക്കിയാലും അതിൽ നമുക്ക് പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുന്നത് നമ്പർ 1 ഈസ് ദ ലൊക്കേഷൻ. പിന്നെ വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ടർ ഫ്രണ്ടിലും നമുക്ക് പലതരം വാട്ടർ ഫ്രണ്ട്സ് നമുക്ക് കാണാം. റിവർ ഫ്രണ്ട് ഉണ്ട്, ബീച്ച് ഫ്രണ്ട് ഉണ്ട്, കനാൽ ഫ്രണ്ട് ഉണ്ട്, കുളത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ സ്കൈലൈൻ്റെ ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആ ഒരു വാട്ടർ ബോഡിയുടെ ഏറ്റവും നല്ലൊരു പോർഷനിലായിരിക്കും സ്കൈലൈൻ്റെ പ്രോജക്റ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഡിസൈൻ ആണെങ്കിൽ എല്ലാ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലായിരിക്കും ഡിസൈനും അതിൻ്റെ കോൺസെപ്ച്വലൈസേഷൻ ഉണ്ടാവുക. ദ ലാൻഡ്സ്കേപ്പിംഗ്, കോമൺ ഏരിയാസ്, ഇതെല്ലാം ഈ വാട്ടർ ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി അതിൻ്റെ റെസിഡൻസിനെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ ആർക്കിടെക്ചർ. ആകാശ നഗരമെന്ന ഖ്യാതിയിലേക്ക് ഉയരുന്ന കൊച്ചിയെ വിനോദസഞ്ചാരികളുടെ പറുദീസയാക്കി തീർക്കുന്നത് പുതുമ നിറഞ്ഞതും വ്യത്യസ്തമാർന്നതുമായ കാഴ്ചകളാണ്. ഹൃദയഹാരിയായി തീരുന്ന അത്തരം കാഴ്ചകളിലേക്ക് കൺതുറക്കുന്ന ഓരോ പ്രഭാതവുമാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 1000 പാദസരങ്ങൾ കിലുക്കി ആലുവയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ തീരത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് അണിയിച്ചൊരുക്കുന്ന റിവർ വിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇതിനുദാഹരണമാണ്. ആലുവയെ സംബന്ധിച്ചിടത്തോളം സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന പേരിന് മറ്റൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ 87ാമത് പ്രോജക്റ്റായ റിവർസ്കേപ്പ് അപ്പാർട്ട്മെന്റ് യാഥാർത്ഥ്യമായതും ആലുവയുടെ ഹൃദയതീരത്താണ്. ആലുവയുടെ ജീവിത സ്പന്ദനങ്ങൾക്ക് മുകളിൽ നൂതന ആവാസ വ്യവസ്ഥകൾ തീർത്ത് സ്കൈലൈൻ ആർജിച്ചെടുത്ത വിശ്വാസത്തിന്റെ തുടർച്ചയാണ് റിവർ വിൽ റിവർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ്.
പുഴയുടെ തീരത്ത് കുളിർക്കാറ്റും കൊണ്ട് കൊച്ചു വർത്താനം പറഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ. എന്ത് രസമായിരിക്കും അല്ലേ? ഈ കുറച്ച് നിമിഷങ്ങൾ എന്നുള്ളത് ജീവിതകാലം മൊത്തമാണെങ്കിലോ? സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതും പുഴയോരത്തുള്ള ഈ ജീവിതമാണ്. പുഴയുടെ ഭാവപകർച്ചകളിലേക്ക് മിഴി തുറക്കുന്ന റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ് ആഡംബരപൂർണമായ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രതീകം കൂടിയാണ്. ആധുനിക ജീവിത മാറ്റങ്ങളുടെ താളങ്ങൾ ചേർത്തുവച്ചാണ് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മോഹിപ്പിക്കുന്ന ഗ്രാമീണ ഭംഗിയിലേക്കുള്ള തീർത്ഥാടനം കൂടിയായിരിക്കും റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിലെ ഓരോ ദിനവും. ആലുവ നഗരത്തിന്റെ വികസന താളങ്ങൾക്ക് തൊട്ടരികെ തോട്ടുമുഖത്താണ് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ് അണിഞ്ഞൊരുങ്ങുന്നത്. പേര് പോലെ തന്നെ പുഴയുടെ സാമീപ്യമാണ് റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിനെ സുന്ദരമാക്കി തീർക്കുന്നത്. 58 കുടുംബങ്ങളെയാണ് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് പെരിയാറിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. പച്ചത്തലപ്പുകൾക്കിടയിൽ പുഴ ഒരു സ്വപ്നം പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന കാഴ്ച നാം അനുഭവിച്ചറിയുക റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോഴായിരിക്കും. പെരിയാറിൽ മുഖം നോക്കി നിൽക്കുന്ന റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിലൂടെ നൂതനമായ മറ്റൊരു ആവാസ വ്യവസ്ഥ ആലുവയിൽ യാഥാർത്ഥ്യമാകുമെന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. ഇറ്റ്സ് എ വെരി ലാർജ് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ. ദ ബ്യൂട്ടി ഓഫ് ദിസ് പൂൾ ഈസ് ഈ പൂളിൻ്റെ ഏത് ഭാഗത്തു നിന്നും റിവറിലേക്ക് നോക്കിയാൽ യു വിൽ ഫീൽ യു ആർ പാർട്ട് ഓഫ് ദ റിവർ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പർട്ടിക്കുലർ pool. That is why it is called as infinity pool. You have a feeling of infinity water in front of you. പിന്നെ ഇതിൻ്റെ ക്ലബ് ഹൗസ്, ഇതിൻ്റെ റിക്രിയേഷൻ ഹാൾ ഇതെല്ലാം ഹാസ് ലോട്ട് ഓഫ് ഗ്ലാസ് ഏരിയ ആൻഡ് ഈസ് ഫേസിങ് ദ പൂൾ. ഓരോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിലും എല്ലാം 3 bedroom അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇതിലത്തെ ഓരോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ഇതിൽ ഒരുപാട് ഗ്ലാസ് ഏരിയ ഉണ്ട്, വിച്ച് ഗീവ്സ് ലോട്ട് ഓഫ് ഓപ്പൺനെസ്, വിച്ച് ഗീവ്സ് ലോട്ട് ഓഫ് വ്യൂ ഫോർ ദ റിവർ സൈഡ്. Today, while designing waterfront apartments, it is very important that maximum attention should be given for the residents to have a beautiful view of the project. Within the architecture, within the design of Riverville in such a way that it allows maximum view for the residents. Ellam 3 bedroom apartments ആണ്. 3 type of apartmentsനും 3 balconies ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റിന് 2 ബാൽക്കണി ഉണ്ട്. എന്നിരുന്നാലും ഏത് റൂമെന്നായാലും ശരി, ഈവൻ ഫ്രം ദ കിച്ചൺ, ദിസ് ഹാസ് എ വ്യൂ ഓഫ് ദ റിവർ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് റിവർവിൽ. 4 വിഭാഗങ്ങളായി 3 BHK അപ്പാർട്ട്മെന്റുകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് റിവർവില്ലിൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റേതൊരു സ്കൈലൈൻ പ്രോജക്റ്റിലും നമുക്ക് അനുഭവമാകുന്ന നിർമ്മാണ വേഗതയും ഫിനിഷിംഗും തന്നെയാണ് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിലും കാണാൻ കഴിയുക. വെറുതെ പുഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പുഴയെ ഒന്ന് തൊട്ടാലോന്ന്. അപ്പോൾ കൽപ്പടവുകളിലൂടെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ കൈക്കൊമ്പിളിലേക്ക് ഈ പുഴയെ നമുക്ക് കോരിയെടുക്കാം. ഇതൊന്നും സ്വപ്നമല്ല കേട്ടോ, സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ റിവർവിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പുഴയുടെ ഓളങ്ങളിലേക്ക് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നത് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതയാണ്. ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയിൽ മാത്രം ഒതുങ്ങാതെ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള പ്രത്യേക സംവിധാനവും റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിനെ വേറിട്ട് നിർത്തുന്നുണ്ട്. പുഴയിൽ നിന്നും ഈറനണിഞ്ഞെത്തുന്ന കുളിർക്കാറ്റിന് ഹൃദയം പകുത്തിരിക്കാവുന്ന വിധത്തിലാണ് അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണികൾ ഒരുക്കിയിട്ടുള്ളത്. ഓപ്പൺ ബാൽക്കണിക്ക് പുറമെ സ്വകാര്യ ബാൽക്കണികളും കിടപ്പറകൾക്കായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മഞ്ഞിന്റെ പുടവ ചുറ്റിയെത്തുന്ന പുഴയുടെ പ്രഭാത കാഴ്ചയും പോക്കുവയിൽ നൃത്തം വയ്ക്കുന്ന സായാഹ്നവും നിലാവ് ചുംബിച്ചിറങ്ങുന്ന രാത്രിയുമെല്ലാം നമ്മുടെ ജീവതാളത്തിന്റെ കൂടി ഭാഗമാക്കി തീർക്കുകയാണ് റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ്. മാത്രമല്ല, രാത്രിയിൽ പെരിയാറിന്റെ മാറിലേക്ക് ചുംബിച്ചിറങ്ങുന്ന നിലാവിന്റെ വശ്യത നമ്മുടെ കിടപ്പറയിലേക്കും നീണ്ടുവരും. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ പുഴയോരത്തുള്ള കോമൺ എമ്യൂണിറ്റീസും പുഴ പോലെ തന്നെ വളരെ സുന്ദരമാണ്. സ്കൈലൈൻ എന്ന മേൽവിലാസത്തിന് അടിവരയിടും പെരിയാറിന്റെ തീരത്തുള്ള ഈ റിവർവിൽ. ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുമ്പോൾ കോമൺ അമ്യൂണിറ്റീസിന്റെ സ്ഥാനം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്.
റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിലും ഏറെ മനോഹരമായി തന്നെയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് കോമൺ അമ്യൂണിറ്റീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുന്നതോടെ നാം മറ്റൊരു ലോകത്തിന്റെ ഭാഗമായി മാറുകയാണ്. 24 മണിക്കൂർ സെക്യൂരിറ്റി സംവിധാനത്തോടു കൂടിയ ഗേറ്റ് കടന്നു ചെല്ലുക, സ്വപ്നതുല്യമായി അണിയിച്ചൊരുക്കിയ റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിലേക്കാണ്. റിവർവിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിൽ വിശാലമായ കവേർഡ് കാർ പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. കോമൺ അമ്യൂണിറ്റീസിലെ മുഖ്യ ഘടകമായ സ്വിമ്മിംഗ് പൂളും പുഴയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂളിന് പുറമെ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ, ചിൽഡ്രൻസ് പ്ലേ ഏരിയയും റിവർവിൽ വാട്ടർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകളാണ്. മൾട്ടി പർപ്പസ് സംവിധാനത്തിലാണ് റിക്രിയേഷൻ ഹാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാനസികവും ശാരീരികവുമായ ഉല്ലാസം പകർന്നു നൽകുന്ന ഗെയിംസ് റൂമിന് പുറമെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഫിറ്റ്നസ് സെന്ററും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റിനകത്ത് സ്പേസ് എങ്ങനെ ഭംഗിയായി രൂപപ്പെടുത്താം എന്നതിന് ഉദാഹരണമാണ് ഐവി ലീഗിലെ ഈ സാമ്പിൾ അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് നാം കാലെടുത്ത് വെക്കുക ചെറിയൊരു ഫോയറിലേക്കാണ്. LED ലൈറ്റുകളുടെ പ്രകാശനാളങ്ങൾ നമ്മെ അകത്തേക്ക് ക്ഷണിക്കും. തടിയുടെ ചതുര കട്ടിംഗ് നൽകിയാണ് ഫോയറിനെയും ലിവിംഗ് കം ഡൈനിങ്ങിനെയും വേർതിരിച്ചിട്ടുള്ളത്. ഫോയറിൽ നിന്നും നാം നടന്നെത്തുക ലിവിംഗ് കം ഡൈനിങ്ങിനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വിശാലമായ ഈ ഏരിയയിലേക്കാണ്. സ്പേസ് പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇവിടം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയ കട്ടിങ്ങുകളുടെ പുതുമ നൽകിയാണ് ലിവിങ്ങിന് വേറിട്ട വ്യക്തിത്വം നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ലെതർ സോഫയുടെ സാന്നിധ്യം പകരുന്ന കുലീനതയോട് ചേർന്ന് നിൽക്കും ഒരു വശത്തായി ക്രമീകരിച്ചിരിക്കുന്ന TV സ്റ്റാൻഡ് ഫോയറിൽ നിന്നുള്ള തടിയുടെ ചതുര കമാനത്തോട് ഇണക്കിയാണ് ഒരു വശത്തെ ഭിത്തി TVക്കായി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലിവിംഗിൽ നിന്നും വേറിട്ട ഭാവം നൽകിയാണ് ഡൈനിങ് ഏരിയ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വലതുവശത്തായാണ് ഷോക്കേസ് നൽകിയിട്ടുള്ളത്. ലിവിംഗ് കം ഡൈനിങ്ങിനെ ആകർഷകമാക്കുവാൻ പോന്നതാണ് ഈ ഷോക്കേസ്. അപ്പാർട്ട്മെന്റിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും ഈ ലിവിംഗ് കം ഡൈനിങ്ങിനെ. ഇവിടെ നിന്നാണ് അടുക്കളയിലേക്കും 3 കിടപ്പറകളിലേക്കും പ്രവേശനം നൽകിയിട്ടുള്ളത്. ഏറെ സുന്ദരമായ ഇടമാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഓപ്പൺ ബാൽക്കണിയോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട്മെന്റിന്റെ അകത്തളങ്ങളിലേക്ക് പ്രകാശത്തെ തുറന്നുവിടുന്നത് ഈ ഓപ്പൺ ബാൽക്കണിയാണ്. അക്വേഷ്യ മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഡൈനിങ് ടേബിളിലെ നിമിഷങ്ങൾക്ക് ജീവൻ പകരുന്നത്. 6 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പാർട്ട്മെന്റിന്റെ ഭാവതലങ്ങളെ ഹൃദയഹാരിയാക്കി തീർക്കുന്ന ഇടം കൂടിയാണ് ഇവിടം. ഡൈനിങ് ഏരിയയിൽ നിന്നും മാറി 2 കിടപ്പറകളോട് ചേർന്നാണ് വാഷ് ബേസിന്റെ സ്ഥാനം. സ്റ്റോറേജ് സംവിധാനത്തോടു കൂടിയാണ് വാഷ് ബേസിൻ നിർമ്മിച്ചിട്ടുള്ളത്. വാഷ് ബേസിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. വിശാലമായ ടോയ്ലറ്റ് ആധുനിക ശൈലി പ്രതിഫലിപ്പിക്കുന്നതാണ്. ഗ്ലാസ് വാതിൽ പിന്നിട്ട് വേണം നമുക്ക് അടുക്കളയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. വ്യത്യസ്തമാർന്ന ക്യാബിനറ്റുകളും ഷെൽഫുകളും അടുക്കളയ്ക്ക് സൗകര്യങ്ങളുടേതായ വലിയൊരു ക്യാൻവാസാണ് രൂപപ്പെടുത്തി നൽകുന്നത്. 3 കിടപ്പറകളാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളത്. 3 കിടപ്പറകളിൽ 1 അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനത്തോടു കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രകാശം കവിതയായി വന്നു നിറയുന്ന കിടപ്പറയുടെ ഒരു വശത്തായാണ് വാർഡ്രോബ് നിർമ്മിച്ചിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് പ്രത്യേകമായി നീഷുകൾ ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ പ്രവേശനവാതിലിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് മിററിന്റെ സ്ഥാനം. വാഷ് ബേസിൻ ഏരിയയോട് ചേർന്നാണ് അടുത്തടുത്തായി വരുന്ന 2 കിടപ്പറകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിറങ്ങളുടെ ആകർഷണീയതയാണ് ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത.
ഒരു ഭിത്തി പച്ച നിറം നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് സമാനമായ രീതിയിലാണ് മൂന്നാമത്തെ കിടപ്പറയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്കൈലൈൻ ബിൽഡേഴ്സ് തീർക്കുന്ന മഴവിൽ കൊട്ടാരങ്ങൾ നമ്മളെ നയിക്കുക പുതിയ കാലത്തിലേക്കാണ്. പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിൽ കാത്തുവെക്കുന്ന ആ താളവേഗങ്ങളാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക. നമ്മുടെ ഹൃദയത്തിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന് കോറിയിടുവാൻ പ്രേരിപ്പിക്കുന്നതും മഹത്തായ ആ അനുഭവം തന്നെയാണ്. ഒരു അപ്പാർട്ട്മെന്റിനകം എത്ര ഭംഗിയായി ഡിസൈൻ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. സ്കൈലൈൻ ന്യൂസ്. ആലുവയുടെ മനോഹര തീരത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് ഒരുക്കുന്ന റിവർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് റിവർ വിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് ലക്ഷ്യം വെക്കുന്നത്. സംഘർഷഭരിതമായ ആധുനിക ചുറ്റുപാടുകളിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ശാന്തമായൊരിടം. അതാണ് റിവർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റ്. Skyline Riverville Apartments is coming up at Chalakkal on the banks of River Periyar at Alvey. In fact, this is the second venture of Skyline Builders, the first being Skyline Riverscape Apartments, which is at Thotumugam, again on the banks of River Periyar. Basically, in Riverville Apartments, we are having a total of 58 apartments spread over 15 floors. The apartment sizes are around 1,578 square foot, 1,746 square foot, 2,030 square foot and 2,249 square foot being the largest. The building is uniquely designed such that all the 4 apartments in each floor has very good river view. റിവർ വിൽ ലക്ഷറി അപ്പാർട്ട്മെന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ആലുവയുടെ ഹൃദയത്തിന് മുകളിൽ മറ്റൊരു കയ്യൊപ്പ് കൂടി സ്കൈലൈൻ ബിൽഡേഴ്സിന് സ്വന്തമാകും. 58 അപ്പാർട്ട്മെന്റുകളാണ് റിവർ വിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിട്ടുള്ളത്. പെരിയാറിന്റെ സ്വപ്ന സാന്നിധ്യമാണ് റിവർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിനെ മനോഹരമാക്കി തീർക്കുന്നത്. പുഴയിലേക്ക് തുറക്കുന്ന ബാൽക്കണികളിലൂടെ പ്രകൃതിയുടെ ഹൃദയഭാവങ്ങളെ അപ്പാർട്ട്മെന്റിന് അകത്തേക്ക് ആനയിക്കുന്ന ഡിസൈൻ രീതിയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. സ്പേസിന് പരമാവധി പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് കിടപ്പറകളും അടുക്കളയും ഹാളുമെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. We have completed the structure of Skyline Riverville Apartments and the sample apartment is also ready. Please feel free to come and visit and have a look at the sample apartment. We are also giving almost all the facilities that is required for modern living, including an infinity pool, a recreation room and gymnasium and health club. When you book an apartment with Skyline Builders, you are eligible to get a wide array of facilities, including Skyline After Sales, Skyline Home Care and Skyline Interiors. In case you want to furnish your apartment according to your taste and your liking, please feel free to contact our interiors. We shall assist you in the same. We also have a full-fledged home care department. In case you want to rent, lease or sell out your apartment, we will be there to assist you. Furthermore, we also have an after sales department. In case in future, if you have any problems pertaining to your apartment, we have a full-fledged engineering team and we shall come and assist you in getting your works done at your apartment. ലൊക്കേഷനുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഓരോ പ്രോജക്റ്റും ഓരോ അടയാളപ്പെടുത്തലാണ്. ആയിരങ്ങൾ തർപ്പണത്തിനെത്തുന്ന മഹാശിവരാത്രി മണപ്പുറവും മാർത്താണ്ഡവർമ്മ പാലവുമെല്ലാം അലങ്കാരമാക്കുന്ന ആലുവയുടെ വശ്യ സൗന്ദര്യത്തെ വിളംബരം ചെയ്താണ് പെരിയാറിന്റെ യാത്ര. ഈ പെരിയാറിന്റെ തീരത്താണ് ഹൃദ്യമായ ഒരു ആവാസ വ്യവസ്ഥ സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപപ്പെടുത്തുന്നത്. ആധുനിക ജീവിത സ്പന്ദനങ്ങളെല്ലാം കയ്യെത്തും ദൂരെ നിൽക്കുന്നുവെന്ന പ്രത്യേകതയും റിവർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റിനെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. Meet Mr. Vedupal. Hello, how are you? Fine, sir. He came to Kerala as a tourist and today he is a part of Skyline family. Mr. Ved, you have travelled across the world, you have lived in most advanced countries, you would have probably seen a lot of waterfront properties across the globe. What is it that you found interesting here and what is it that made you feel
fall in love with this place? You are absolutely right. I've lived in a lot of countries and had waterfront properties, sea view and also river views in Canada. But the affection, the care and the professionalism which I saw from Skyline Builder as an organization and also from you and your colleagues were out of the place. And also the property, when I saw this, I basically fall in love with the building. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാൻ എത്തുന്നവർ നമ്മുടെ പ്രകൃതിയെയാണ് പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയുടെ തീരത്ത് മഴവിൽ കൊട്ടാരങ്ങൾ തീർക്കുന്ന നമ്മുടെ സ്കൈലൈനെയും അവർ ഇഷ്ടപ്പെടുന്നത്. ലൊക്കേഷന് പുറമെ റിവർ വിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിനെ ഹൃദയഹാരിയാക്കി മാറ്റുന്നത് കോമൺ അമ്യൂണിറ്റീസ് ആണ്. ഫിറ്റ്നസ് സെന്റർ, ക്ലബ് ഫെസിലിറ്റി, സ്വിമ്മിംഗ് പൂൾ, സൈറ്റ് വ്യൂവിംഗ് ഡെക്ക്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, 24 മണിക്കൂർ സെക്യൂരിറ്റി സംവിധാനം തുടങ്ങിയവ റിവർ വിൽ ലക്ഷറി അപ്പാർട്ട്മെന്റിന് നൽകുന്നത് ഉന്നതമായ ജീവിതാന്തരീക്ഷമാണ്. വികസനത്തിന്റെ പുതിയ മുഖം രൂപപ്പെടുന്ന ആലുവയിൽ സുന്ദരമായൊരു മേൽവിലാസമാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. റിവർ വിൽ റിവർ ഫ്രണ്ട് ലക്ഷറി അപ്പാർട്ട്മെന്റിൽ ഏതാനും യൂണിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പുഴയിലേക്ക് നോക്കി ഉണർന്നെണീക്കുന്ന ഓരോ പ്രഭാതവും നിങ്ങൾക്കും സ്വന്തമാക്കാം. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. സ്കൈലൈൻ ബിൽഡേഴ്സ്, സ്കൈലൈൻ ഹൗസ്, രാജാജി റോഡ്, കൊച്ചിൻ. ഇമെയിൽ info@skylinebuilders.com. വെബ്സൈറ്റ് www.skylinebuilders.com. ഫോൺ 0484 2363 മൊബൈൽ 98470 40 9744 22 ഒരു വീടായാലും ഒരു അപ്പാർട്ട്മെന്റ് ആയാലും നമ്മൾ ആദ്യം ചോദിക്കുക അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന്. എന്തായാലും നമുക്കറിയാത്തതും എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാതൃകാ ബിൽഡർക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും എന്ന് വിശദീകരിക്കുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ശ്രീ PA വർഗീസ് ടിപ്സ് ഡയറിയിലൂടെ. അപ്പോൾ നമുക്ക് കാണാം ടിപ്സ് ഡയറി. അപ്പാർട്ട്മെൻറ്റ് മേടിക്കുമ്പം നമ്മൾ സാധാരണ നോക്കുന്ന ഒരു പ്രധാന കാര്യം എത്ര വലിയ അപ്പാർട്ട്മെൻറ്റാണ് ഇത്, എത്ര സ്ക്വയർ ഫുട്ട് ഉണ്ട് ഇതിൻ്റെ വലിപ്പം എന്നാണ്. അപ്പോൾ ഇത് വളരെ ചില ക്രിട്ടിക്കലായിട്ടുള്ള സംഗതികളെ ആസ്പദമാക്കിയിട്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. ഉദാഹരണത്തിന് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ പോരായ്മ കൊണ്ട് ഫ്ലോർ സ്പേസിൻ്റെ യൂസ് ചിലപ്പോൾ വിചാരിച്ച അത്രയും കിട്ടിയെന്ന് വരികയില്ല. നമ്മുടെ മനസ്സിലൊരു 1700 സ്ക്വയർ ഫുട്ടിൻ്റെ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പം അതിൽ എന്തുമാത്രം യൂസബിൾ ഏരിയ അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയ ഉണ്ടാവുമെന്നൊരു സങ്കല്പം ഉണ്ടാവും. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റ് ഡിസൈനിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് ഈ കാർപ്പറ്റ് ഏരിയ ചിലപ്പോൾ അതിനകത്ത് വിചാരിച്ചത്രയും കിട്ടിയെന്ന് വരികയില്ല. പിന്നെ ഈ കാർപ്പറ്റ് ഏരിയ എവിടെ പോകണം, അതും ഒരു ചിന്തിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഡിസൈനിൽ അനാവശ്യമായിട്ട് കോറിഡോറുകളോ അല്ലെങ്കിൽ ലോബീസോ ഒക്കെ പണിയാണെങ്കിൽ ഈ ലോബിയുടെയും കോറിഡോറിൻ്റെയൊക്കെ ഒരു ഷെയർ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽറ്റപ്പ് ഏരിയയിലും കയറി വരും. അപ്പോൾ ഒരു 1700 സ്ക്വയർ ഫുട്ടിന് ബിൽറ്റപ്പ് ഏരിയ ഉള്ള അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്ന ആൾക്ക് കോമൺ ഏരിയ കമ്പോണൻറ്റ് വളരെ കൂടുതലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ കിട്ടുന്ന കാർപ്പറ്റ് ഏരിയ ഈ കോമൺ ഏരിയ കമ്പോണൻറ്റ് കഴിച്ചിട്ടുള്ള ബാക്കി ഏരിയ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ചില ബിൽഡറുടെ പ്രൊജക്റ്റ് പോയി നോക്കിയാൽ നമുക്ക് തോന്നും വളരെ വലിയ അപ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന്. എന്നാൽ മറ്റു ചിലർ ബിൽഡറുടെ അപ്പാർട്ട്മെൻറ്റ്സ് പോയി നോക്കിയാൽ തോന്നും റൂമുകളൊക്കെ ചെറുതായിരിക്കണം, വലിപ്പം കുറവാണ് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഡിസൈനിലെ പോരായ്മ തന്നെയാണ്. ഒരു മാതൃകാ ബിൽഡർ, ഒരു നല്ല പരിചയമുള്ള ബിൽഡറാണെങ്കിൽ എപ്പോഴും ഈ റേഷ്യോ ബിൽറ്റപ്പ് ഏരിയയും കാർപ്പറ്റ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ ഏറ്റവും ചെറുതാക്കാൻ നോക്കും. ഒരു സിംഗിൾ ടവർ ബിൽഡിംഗ് ആണെങ്കിൽ, ഒറ്റ ടവറായിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ സാധാരണ ഒരു ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20-22% കാർപ്പറ്റ് ഏരിയ പെർസെൻറ്റ് കോമൺ ഏരിയ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് 100 സ്ക്വയർ ഫുട്ടിന് വീട് മേടിക്കുമ്പം നമുക്ക് ഒരു 78 സ്ക്വയർ ഫുട്ടെങ്കിലും കാർപ്പറ്റ് ഏരിയ ആയിട്ട് കിട്ടിയിരിക്കണം.
പിന്നെ വേറൊന്ന്, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നോക്കുമ്പം ആ പ്രൊജക്റ്റിന് അതിൻ്റേതായ ഒരു USP യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ഉണ്ടാവും. ചില സമയത്ത് അത് റിവർ ഫ്രണ്ട് ആയിരിക്കാം, വാട്ടർ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വ്യൂ ആയിരിക്കാം, ഇങ്ങനെ പലതായിരിക്കാം. അപ്പോൾ ഈ USPനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് പ്രൊജക്റ്റ് എന്ന് എടുത്തോളൂ, ഇപ്പോൾ റിവർ ഫ്രണ്ട് ഉള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ എല്ലാ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിവറിന് വ്യൂ ചെയ്യുന്ന മാതിരത്തെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം റിവറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സിനും റിവറിനോട് കുറച്ച് അകന്ന് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സിലും റിവർ വ്യൂ ഉണ്ടെങ്കിൽ ആ അകന്ന് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ആൾക്കും റിവർ വ്യൂ നന്നായിട്ട് കിട്ടും. കാരണം അവിടെ വീടെടുത്തിരിക്കുന്നത് റിവർ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ USPനെ ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡിസൈനിൽ നോക്കേണ്ടത് നമ്മുടെ USP നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ കോമൺ ഏരിയ കമ്പോണൻ്റ് ആണോ ഈ പ്രൊജക്റ്റിൽ ഉള്ളത് എന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയുടെ മൂല്യവും ഇതിന് റിലേറ്റഡ് ആണ്. നല്ലൊരു ബിൽഡറുടെ പ്രൊജക്റ്റ് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയും അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ. എന്തായാലും സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ മഴവിൽ കൊട്ടാരങ്ങളിലൂടെ മാറ്റങ്ങളുടെ വഴി തേടിയുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും ബൈജി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.